5 വക്തും സുബഹിക്കും പള്ളിയിൽ ജമാഅത്തിന് ഒന്നാം സ്വത്തിലുള്ള ചില കാക്കമാർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു നിശ്ചിത വ്യക്തിയെ കുറിച്ചുമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊള്ളേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ഞാൻ അറിയാതെ കൊള്ളുന്നുണ്ടെങ്കിൽ കൊള്ളും ചെയ്യട്ടെ, എന്നിട്ട് നന്നാവുകയാണെങ്കിലോ. 5 വക്ത് സുബഹിക്ക് അടക്കം ജമാഅത്തിൽ ഒന്നാം സ്വപ്പിൽ നിൽക്കുന്നവർ പലവരും പലിശയുമായി നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. പലിശ പ്രശ്നമല്ല. അതൊക്കെ ഇപ്പൊ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ ഇപ്പൊ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? പല മഹല്ലുകളിലും, ഇവിടെ ഞാനൊരു കുറ്റപ്പെടുത്തലാവുമെന്ന് എനിക്കറിയില്ല, പല മഹല്ലുകളിലും മുസ്ലിം മഹല്ലുകളുടെ കമ്മിറ്റിക്ക് വരെ നേതൃത്വം നൽകുന്നവർ, മതസ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ നിരന്തരം പലിശയുമായി ബന്ധപ്പെടുകയാണ്. എന്തേ നമുക്ക് ആ പേടി നഷ്ടപ്പെട്ടത്? സാമ്പത്തിക രംഗത്തെ ഹലാലും ഹറാമുമാണ് മറ്റു പലതിനേക്കാളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരർത്ഥത്തിൽ നിസ്കാരത്തെക്കാളും ഗൗരവമാണ് മനുഷ്യരുമായ വെള്ളം കുറച്ച് ഗൗരവത്തിലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ വരെ കുറെ നിസ്കാരം കളാക്കി തൗബ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. എന്താ ഇനിയിപ്പോ ഒരു വ്യഭിചാരം തന്നെ ചെയ്തു നിൽക്കുക, വ്യഭിചാരത്തെ നിസ്സാരപ്പെടുത്തുകയൊന്നും അല്ല, അവൻ ഗൗരവം തന്നെയാണ്. ഒരു വ്യഭിചാരം തന്നെ ചെയ്തു, തൗബ ചെയ്യണമെന്ന് വിചാരിച്ച റൂമാണ്ട് അടച്ചിട്ട് ഉള്ളിലിരുന്നിട്ട് അത് കരഞ്ഞ് റബ്ബിനോട് പറഞ്ഞാൽ റബ്ബാണ്ട് ചിലപ്പോൾ സ്വീകരിക്കും. കാരണം അവിടെ തൗബക്ക് അത്രേ ആവശ്യമുള്ളൂ. ഗൾഫിൽ നിൽക്കുമ്പോൾ സുഹൃത്തിനെ പറ്റിച്ച് മുങ്ങിയതാണെങ്കിലോ തൗബ ചെയ്യണമെങ്കിൽ ആ സാമ്പത്തിക ബാധ്യത തീർക്കണം ഇടപാട് നിർബന്ധമല്ലേ? ഏനാ കൂടുതൽ ഗൗരവം? അപ്പൊ സാമ്പത്തിക രംഗത്ത് വലിയ ഗൗരവമാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന പലരുടെയും കീശയിലൊക്കെ ഉള്ളത് പലിശക്ക് കടം വാങ്ങിയ അല്ലെങ്കിൽ ലോൺ എടുത്ത അതിന്റെ റെസീറ്റാണുള്ളത്. നിസ്കാരം കഴിഞ്ഞ് പോകുക വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ഈ ആശങ്ക ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പങ്കുവെച്ചു. യഅതി അലന്നാസി സമാനുൻ, ഒരു കാലം വരാൻ പോണ്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അം മിനൽ ഹറാം. ഏന്നെടുക്കണേ എങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരു നോട്ടില്ല, ഹലാലാണോ ഹറാമോ ഒരു നോട്ടവുമില്ലാതെ പണം ഉണ്ടാക്കുന്ന ഒരു കാലം ലോകത്ത് വരാനുണ്ടെന്ന ആശങ്ക, ആ ഒരു മുന്നറിയിപ്പ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വളരെ ഗൗരവമാണത്. നമ്മുടെ ആരാധനകൾ പലേ വാദിക്കും. 5 വക്ത് നിസ്കരിച്ചൊക്കെ ആയിട്ട് പലിശയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ ഹറാമായ ബിസിനസ് പലിശ മാത്രമൊന്നുമല്ല, അതാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇബാദത്ത് വരെ തള്ളപ്പെടും. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കാണാം. മൻ അക്കല ഹറാമൻ ലം യുഖ്ബൽ മിൻഹു സർഫുൻ വലാ അദ്ലുൻ. മൻ അക്കല ഹറാമൻ, ഹറാമായ സമ്പത്ത് ഉപയോഗിക്കുന്നവൻ, ഹറാമായ രൂപത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, ലം യുഖ്ബൽ മിൻഹു സർഫുൻ വലാ അദ്ലുൻ, അവന്റെ ഫർളോ സുന്നത്തോ ആയ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്ന ആൾ, ഹറാമായ രൂപത്തിൽ ജീവിതമാർഗം കണ്ടെത്തുന്ന ആൾ, ലം യുഖ്ബൽ മിൻഹു, അവൻ സ്വീകരിക്കപ്പെടൂല. സർഫുൻ, ഫർളായ കാര്യം സ്വീകരിക്കപ്പെടൂല, വലാ അദ്ലുൻ, സുന്നത്തായ കർമ്മവും സ്വീകരിക്കപ്പെടൂല. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമ്മളൊക്കെ പ്രാർത്ഥനാ സംഗമങ്ങൾ ഇങ്ങനെ നടത്തിയിട്ട് പ്രാർത്ഥിക്കുക, അല്ല തന്നെ കേടെത്തണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ പലപ്പോഴും നമുക്ക് തന്നെ തോന്നുന്നുണ്ട് കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? ഹബീബ് എന്നെ പറഞ്ഞില്ലേ, യമുദ്ദു യദൈഹി, 2 കയ്യും നീട്ടുക, യഖൂലു യാ റബ്ബി യാ റബ്ബി, റബ്ബേ 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 എന്നിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ നീട്ടുക. അന്നാ ഇസ്തജാബു ലഹു, എങ്ങനെ പടച്ചോൻ സ്വീകരിക്കുക, എങ്ങനെ ഉത്തരം കിട്ടുക? മത്അമുഹു ഹറാമുൻ മൽബസുഹു ഹറാമുൻ, അവന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രങ്ങളും ഒക്കെ കണ്ടെത്തിയത് ഹറാമായ മാർഗത്തിലൂടെയാണ്. ഉണ്ടോ? സാമ്പത്തിക രംഗത്തെ ഹറാമും ഹലാലും നിസ്സാരമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിംകൾ വളരെ നിസ്സാരമായിട്ട് അത് കാണുന്നുള്ളൂ. നമുക്കൊരു അതൊക്കെ ഇപ്പൊ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അത്യാവശ്യ സാമ്പത്തിക ശേഷി ഉള്ളവർ പോലും പലപ്പോഴും ഗൾഫിൽ നിന്ന് വരും. 4 കൊല്ലം ഗൾഫിൽ നിന്നു, 2 കൊല്ലം ഗൾഫിൽ നിന്നു. ഗൾഫിൽ ഇപ്പൊ എന്തിനാ പോയത്? സമ്പാദിക്കാൻ പോയത്, കാണാൻ പോയതാണെങ്കിൽ 1 മാസം ഒന്ന് കണ്ടിട്ട് പോന്നാ പോരെ? ഒന്നുമില്ലാതെ ഇങ്ങോട്ട് പോകുന്നത്. ഈ ഒന്നുമില്ലാതെ വരാൻ പിന്നെ അവിടെ പോയി കണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഗൾഫുകാരോടൊക്കെ പറയാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഒരാൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഗൾഫിൽ നിന്ന് വന്നതാ, ഇവിടെ ഞാൻ ലോറിയിലൊക്കെ പോയിന്ന്, ആ കിട്ടുന്നതൊക്കെ ഇപ്പൊ അവിടെ തന്നെ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, മുന്നേരം മനജിന്റെ കുട്ടി ഞാൻ വേണ്ട, ഇവിടെ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്നത് അവിടെ കിട്ടുന്നുള്ളെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ചെയ്താൽ മതിയല്ലോ. ഒന്നുമില്ലെങ്കിൽ എന്ന് അവനെ കുട്ടികളെ കണ്ടിരുന്നൂടെ? കുടുംബമില്ല, ഭാര്യയില്ല, അക്കാലത്തിന് അവിടെ കഷ്ടപ്പെടുന്നത് സമ്പാദിക്കാൻ തന്നെയാണ്. എന്നിട്ട് ഇങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് വരും. കുറച്ച് പൈസ ഒക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതാരും വരൂല, ഉറപ്പാ അല്ലേ? കടം വാങ്ങിയിട്ട് പോകുന്നുണ്ടാവും. ആദ്യം ഇവിടെ ഒരു വൈക്കാക്കും, ഇനി പോകാൻ ടിക്കറ്റിന് പൈസ ഇല്ല, എന്താ ചെയ്യാ? ആധാരം കൊണ്ടൊക്കെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ ബാങ്കിൽ, എന്നിട്ട് പലിശക്ക് കടമെടുക്കുക. പലിശ എന്താന്ന് ഞാൻ വിശദീകരിക്കുന്നതിന്റെ സമയമില്ല. മിക്ക ഗൾഫുകാരും, ഒരാളെ കുറിച്ചല്ല, നമ്മളെവിടെ ചിലരാൾ പറയാറുണ്ട്. കാരണം അതൊന്നും മറച്ചേക്കേണ്ട കാര്യമില്ലാതെ എല്ലാവരും ഉള്ളത്, അതൊന്നും അത്ര വിഷയമല്ല എന്നുള്ളിടത്തോളം ഗൾഫുകാരൻ തന്നെ പറയും, ഉസ്താദേ നിങ്ങൾ തുറക്കണം കേട്ടോ, അപ്പൊ ടിക്കറ്റിന് പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് കേട്ടോ എന്ന് പറയും. പെണ്ണുങ്ങളെ ചെയ്യുന്നുണ്ട് ഈ പണം വെച്ച്. ഈ ആഭരണം പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് കടം വാങ്ങാന്നതിന്റെ അർത്ഥം പലിശക്ക് വാങ്ങാൻ തന്നെയാണ്. അതിന്റെ ബാങ്ക് വെറുതെ കടം കൊടുക്കൂല. പണയം വെക്കലല്ല തെറ്റ്, കടം വാങ്ങലല്ല തെറ്റ്, ബാങ്കിൽ നിന്ന് പലിശക്കുള്ള കടം വാങ്ങലാണ് അത് തെറ്റാ. എന്തേ ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾക്ക് അറിയില്ലേ 6 മാസത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് പോകേണ്ടി വരുന്നു? ആ ടിക്കറ്റുള്ള പൈസ ഒന്ന് അവിടെ മാറ്റിച്ചൂടായിരുന്നോ?
എന്നിട്ട് പോരാർന്ന വണ്ടി എടുത്ത് വിലസല്. ഗൾഫിൽ നിന്ന് വന്നാൽ ചിലർ നടക്കാൻ കഴിഞ്ഞാലും നടക്കൂല, വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വിലസും. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഉസ്താദല്ലേ നേരത്തെ പറഞ്ഞു പണം ഉണ്ടാക്കാൻ. ആ പണം ഉണ്ടായിക്കോളി, വണ്ടി എടുത്തോളി, ഒരു കുഴപ്പമില്ല, ഹലാലായ രൂപത്തിലാവണം. ഇതുള്ള കുഞ്ഞാപ്പ് ഇങ്ങനെ ചെലവാക്കിയിട്ട് അവസാനം പിന്നെ ബാങ്കിൽ നിന്ന് പലിശക്ക് കടമെടുത്തിട്ടില്ലേ ഗൾഫിൽ പോവുക. അന്നായുസ്തജാബുലഹു, എങ്ങനെ പടച്ചോൻ സ്വീകരിക്കുക, എങ്ങനെ ബർക്കത്തുണ്ടാവുക? 40 കൊല്ലം അവിടെ നിന്നു, അതുകൊണ്ട് ഇപ്പോൾ ഒരു മോളെ കെട്ടിച്ച് എന്നിട്ടും കടാണെന്ന് ഉസ്താദേ എന്നല്ല കാര്യങ്ങൾ എത്തേണ്ടത്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവണം. ഈ ഹറാമുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ താക്കീതുകൾ ആ ഭാഗത്തുണ്ട്. കുല്ലു ലഹ്മിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബി. ഹറാമായ സമ്പത്ത് ഉപയോഗിച്ചാൽ നരകത്തിലേക്ക് പോകാനാണ് കൂടുതൽ അർഹത എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് വീണ്ടും പറഞ്ഞു. ലാ യദ്ഖുലുൽ ജന്നത നഫ്സുൻ ഉദിയ ബിൽ ഹറാം. ഹറാം ഉപയോഗിച്ച് വളർന്നവരാണ് സ്വർഗ്ഗത്തിൽ കടക്കൂല. സാമ്പത്തിക രംഗത്ത് 5 വക്ത് നിസ്കാരം ഛർദ്ദിക്കുന്നതിനേക്കാൾ ഉപരി, നോമ്പ് ഛർദ്ദിക്കുന്നതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് സാമ്പത്തിക രംഗത്തുള്ള ഹലാലും ഹറാമും. കാരണം നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാതെ പോകും, നമ്മുടെ ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകും. പലിശ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലിശയും സക്കാത്തും ലാഭവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. ഇടയിൽ സമയം, കാരണം ഇത് ഏറ്റവും ചെറിയ 2 മണിക്കൂറെങ്കിലും കിട്ടേണ്ട ഒരു ചർച്ചയാണ്. എന്നാൽ തന്നെ ചെറിയ തോതിൽ ഒരു ഭാഗത്തെത്തിക്കാം. വിഷയം ഒറ്റടിക്ക് ആമുഖൊന്നും പറയാതെ ഞാൻ കുറെ മസല പറഞ്ഞങ്ങളെ മനസ്സിൽ തട്ടൂല. അത് സാമ്പത്തിക ഒരു സ്വഭാവം അങ്ങനെയാണ്. കാരണം പലിശ ഹറാമെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടു വരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയില്ലേ. അത് പറഞ്ഞിട്ടൊരു ക്രമരൂപത്തിൽ പറയുമ്പോൾ കുറേയൊക്കെ അൽഹംദുലില്ലാ നമ്മളെ മനസ്സിൽ തട്ടിക്കൂടായികയില്ല. അതിലാണ് ഒരു വലിച്ചു നീട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ശൈലി സ്വീകരിച്ചത്. എന്താ പലിശ പറഞ്ഞ് സക്കാത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല, സമയമില്ല. എന്താ പലിശ എന്ന് പറഞ്ഞാൽ പലിശ 3-4 ഇനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കടപ്പലിശ, റിബൽ ഖർദ് എന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പറയും. കടപ്പലിശ അതാണ് പറഞ്ഞുതരാം. പലിശ എന്താ? പലരും ഉസ്താദ് അത് പലിശാവോ, ഇത് പലിശാവോ? എന്താ പലിശ? പലിശ 4 എണ്ണമുണ്ട്. പ്രധാനമായും നമ്മുടെ നാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പലിശ റിബൽ ഖർദ്, കടപ്പലിശ. എന്താണ് കടപ്പലിശ എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്ന് നമ്മൾ കടം വാങ്ങുക, കൂടുതൽ തിരിച്ചു നൽകണമെന്ന നിബന്ധനയോടുകൂടെ, കൂടുതൽ തിരിച്ചു നൽകണമെന്ന നിബന്ധനയോടുകൂടി കടം വാങ്ങുക, അല്ലെങ്കിൽ കൂടുതൽ തിരിച്ചു കിട്ടണമെന്ന നിബന്ധനയോടുകൂടി കടം കൊടുക്കുക. അത് രണ്ടും ഒന്നാണ്. കാരണം ഒരു ജാനിബുണ്ട്, ഒരു ഭാഗം ഉണ്ടാവുമ്പോഴല്ലേ മറ്റേ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഞങ്ങൾക്ക് കടം തരികയാണ്, ഞാൻ കടം തരുമ്പോൾ കൂടുതൽ എത്ര ശതമാനം ആകുമ്പോഴേ, ചിലർ പറയും പലിശ ശതമാനം കുറവാണ്, എത്ര മുന്നില്ല, എത്ര ശതമാനം ആകുമ്പോഴേ പലിശ ആവുന്നില്ല. ഇല്ല, 5000 ഉറുപ്പിക ഞങ്ങൾക്ക് കടം തരാം, തിരിച്ചു തരുമ്പോ 1001 എനിക്ക് തിരിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് കടം തരുന്നു എങ്കിൽ ഈ കടം ഇടപാട് ഇപ്പൊ ഞാൻ നടത്തിയത് പലിശ ഇടപാടാണ്. അപ്പൊ കൂടുതൽ തിരിച്ചു തരണമെന്ന നിബന്ധനയോടുകൂടി കടം കൊടുക്കുക, കൂടുതൽ തിരിച്ചു തരാമെന്ന നിബന്ധനയോടുകൂടി കടം വാങ്ങുക. ഒരു ഭാഗത്ത് കൊടുക്കലാവും, ഒരു ഭാഗത്ത്. ഇതിന്റെ പേരാണ് കടപ്പലിശ, റിബൽ ഖർദ്. നമ്മുടെ നാട്ടുകളിൽ ഇതൊരു പ്രശ്നമല്ലാതെ നടന്നുകൊണ്ടിരിക്കുക. പലരും പറഞ്ഞു ഉസ്താദെ പലിശ വാങ്ങിയിട്ട്, നിരന്തരം പലരും വിളിക്കുമ്പോൾ കാര്യമായിട്ട് ചോദിക്കാറുള്ളതാ, ആ പലിശ വാങ്ങിയിട്ട് അതുകൊണ്ട് കക്കൂസ് ഉണ്ടാക്കിയാ പോരെ, അത് മതിൽ കുത്താൻ ഉപയോഗിച്ചാ പോരെ, അത് റോഡ് പണിക്ക് കൊടുത്താ പോരെ. പലരും യഥാർത്ഥത്തിൽ ആ കൂടുതൽ വാങ്ങലല്ല തെറ്റ്, മനസ്സിലായില്ല? വാങ്ങല് മാത്രല്ലല്ലോ തെറ്റ്. കാരണം 2 ഭാഗം വന്നില്ലേ. കൂടുതൽ തിരിച്ചു തരണമെന്ന നിബന്ധനയോടുകൂടി കടം കൊടുക്കല്, കൊടുക്കുന്ന ആള് വാങ്ങുന്നുണ്ടാവും, മറ്റാൾ വാങ്ങുന്നുണ്ടാവില്ലോ, മറ്റാളോട് കൊടുക്കല്ലേ. രണ്ടും പലിശയാണ്. ഈ ഇടപാടാണ് പലിശ എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ എന്നറിയൂല. കൂടുതൽ തിരിച്ചു തരണമെന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് കടം കൊടുക്കുക, കൂടുതൽ തിരിച്ചു തരാമെന്ന വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് കടം വാങ്ങുക, ഈ ഇടപാടാണ് പലിശ. അതിനാണ് റിബൽ ഖർദ്, കടപ്പലിശ എന്ന് പറയുന്നത്. ചെറിയ ദോഷമല്ല, കബീറത്തുൻ, വൻദോഷമാണ് പലിശ. എത്രത്തോളമാണ് പലിശയെ കുറിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിർഹമു റിബ യഅകുലുഹു റജുലു വഹുവ യഅലമു അശദ്ദു മിൻ 36 ദൻയ. 33 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് 1 ഉറുപ്പിക പലിശയുടെ ഇടപാടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം അപ്പൊ വ്യഭിചാരത്തിന് വലിയ പ്രശ്നമല്ല എന്നല്ല. അതിന്റെ പ്രശ്നം ഞങ്ങൾക്ക് പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ. വ്യഭിചാരം അത്രത്തോളം തെറ്റാ. 33 എന്താ ഉസ്താദ് ഈ 33ന്റെ കണക്ക്? അതൊന്നും എനിക്കറിയില്ല, അറിയാത്തവന് അങ്ങനെ തന്നെ പറയാമല്ലോ. 33 അള്ളാന്റെ റസൂൽ പറഞ്ഞു. എന്താ അതിന്റെ കണക്ക്? സുബഹി ഇപ്പൊ 2 ആണല്ലോ, ളുഹ്ർ 4 അല്ലേ. എന്താ ഇപ്പൊ എന്നോട് പണ്ടൊരാൾ ഫോൺ ചെയ്തിട്ട് വലിയ ചോദ്യം, ആരെങ്കിലും അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും പറയാം. അപ്പൊ അത് കിട്ടിയ നമ്പർക്ക് ഫോൺ ചെയ്യലപ്പോ പലരും പരിപാടി, ഉസ്താദ് എന്റെ സുബഹിയെ 2 ളുഹ്ർ 4 ആയത് ഒരു തെരീക്കത്തേറണ, ഓരോ തെരീക്കത്ത് കൂടുമ്പോ ചില പുതിയ ഇൽമുണ്ടാവുവാന്. അപ്പൊ ആ ചോദ്യം സുബഹി 2 ളുഹ്ർ 4. ഞാൻ പറഞ്ഞേ, ഞാൻ സുബഹി 2 നിസ്കരിച്ച് ളുഹ്ർ 4 നിസ്കരിച്ച റസൂൽ അങ്ങനെ നിസ്കരിച്ചോണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ എന്താ അങ്ങനെ നിസ്കരിച്ചു? അല്ല, അള്ളാഹ് അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞു. ഇനി ബാക്കി അള്ളാഹോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ബാക്കി അള്ളാഹോട് ചോദിക്കണം എന്തേപ്പോ അതിന്റെ കാരണങ്ങളൊക്കെയാണ്.
അപ്പൊ 33ന്റെ കണക്കെന്താണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യം നമുക്കില്ല. 33 തവണ വ്യഭിചരിക്കുന്നതിനേക്കാളും ഗൗരവമാണ് 1 ഉറുപ്പിക പലിശയുമായി ബന്ധപ്പെടുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്നാ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നവർക്ക് പോലും അതൊരു വിഷയമല്ല. ഞാൻ ഏതെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്താനല്ല. ഉസ്താദ് കാണി ഞങ്ങളൊക്കെ ചീത്തറിഞ്ഞു പോയി എന്നൊന്നും ആരും ദയവായി മനസ്സിലാക്കരുത്. കാരണം അത്രത്തോളം പലിശ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂടുതൽ തരാമെന്ന നിബന്ധന വെച്ചുകൊണ്ട് കടം വാങ്ങുക, കൂടുതൽ തരണം എന്ന നിബന്ധന വെച്ചുകൊണ്ട് കടം കൊടുക്കുക, രണ്ടും പലിശ ഇടപാടാണ്. ഇത് വൻദോഷമാണ്. വൻദോഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. വ്യഭിചാരത്തിനേക്കാൾ 36 ഇരട്ടി ഗൗരവമുള്ള ദോഷമാണ് 1 ഉറുപ്പിക പലിശയുമായി ബന്ധപ്പെടൽ. കുറച്ച് ദിവസം കൊടുവള്ളിയിൽ നിന്ന് ഒരാൾ കൊടുവള്ളിയിൽ നിന്ന് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദ് എന്റെ ഒരു ബിൽഡിംഗ് പണി തീർന്നിട്ടുണ്ട്, അതിന്റെ മേൽഭാഗം ബാങ്ക് നടത്താൻ വാടകയ്ക്ക് അവരാവശ്യപ്പെടുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പലരും ബിൽഡിംഗ് ഉണ്ടാക്കിയ കളിക്കാർ പണം ഉണ്ടാക്കാനുള്ള മാർഗം തന്നെയാണ്. പറ്റും. ബിൽഡിംഗ് ഒക്കെ കുറച്ച് സ്ഥലം അങ്ങാടി ഏരിയയിലൊക്കെ കിട്ടുക, വേണ്ടെങ്കിൽ ഈ കാട്ടുക ഏതെങ്കിലും കുഗ്രാമത്തിലാരും വേണ്ടിയില്ല, അവർക്കൊക്കെ അങ്ങാടി വരാൻ പോവുക. എവിടെയെങ്കിലുമൊക്കെ സ്ഥലം കിട്ടിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ നല്ലതാണ്. പക്ഷെ അത് ബാങ്ക് നടത്താൻ കൊടുക്കാൻ പറ്റുമോ? ബാങ്ക് എന്നുള്ള പേരിലല്ല പ്രശ്നം, പലിശ ഇടപാട് നടത്താൻ. ഏത് ബാങ്കിലും പലിശ ഇടപാട് എടുക്കുന്നുണ്ടല്ലോ. ബാങ്കിൽ നിന്ന് കടം വാങ്ങാൻ അതിന്റെ അർത്ഥം എന്താ? വാങ്ങുക, അപ്പൊ നിബന്ധന വെക്കാണ് കൂടുതൽ ശതമാനം തിരിച്ചു തരാം. ബാങ്കിലേക്ക് അങ്ങോട്ട് കടം കൊടുക്കുക, എന്തിനാ? അവരിൽ നിന്ന് കൂടുതൽ തിരിച്ചു കിട്ടും. ഇതിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞ മലയാളത്തിൽ പലിശ എന്ന് പറഞ്ഞത്. അറബിയിൽ റിബൽ ഖർദ് എന്ന് പറയും, കടപ്പലിശ. ആ പലിശ നടത്താൻ നമ്മുടെ കെട്ടിടം വാടക കൊടുക്കുന്ന പോലും ചെറിയ ദോഷമല്ല, വൻദോഷമാണ്. പലിശയുമായി ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, അതിൽ ജോലി എടുക്കുന്നവൻ എല്ലാവർക്കും അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് സ്വഹീഹായ ഹദീസിലൂടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ബാങ്കിലെ ജോലി, പലിശയുമായി ബന്ധപ്പെട്ട ജോലി വൻദോഷങ്ങളെ കൂട്ടുക. ഹദീസ് ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഷാഫി മദ്ഹബിലെ പ്രമുഖനായ പണ്ഡിതൻ അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അവിടുത്തെ സവാജിർ അനിൽ കബായിർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഒരുപാട് ഹദീസ് ഉദ്ധരിച്ചതിന്റെ അവസാനം മൂപ്പര് പറയുന്നു, ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് പലിശയുമായി ബന്ധപ്പെട്ട ഏത് ജോലിയും അതുമായി ബന്ധപ്പെട്ട ഏത് സഹകരണവും വൻദോഷങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. ഇപ്പൊ പലിശ എന്താണെന്ന് അറിയാം. വേറെ 2-3 പലിശ ഉണ്ട്, ഇപ്പം കൂടുതൽ പറയില്ല. സ്വർണത്തിന് പകരം ബിസിനസ് നടക്കുമ്പോൾ, പിന്നെ സ്വർണത്തിന് പകരം അങ്ങനെ ബിസിനസ് കാര്യമായിട്ട് നടക്കാറില്ല, ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കടപ്പലിശ. തൽക്കാലം ഇപ്പൊ ഞാൻ എന്റെ ഭാഗം സംസാരം നിർത്തിയാണ്. മഗ്‌രിബ് കൊടുക്കാനായില്ലേ, ഇനി നീട്ടിക്കൊണ്ടായ ബുദ്ധിമുട്ടല്ലേ? 5 മിനിറ്റ് കൊണ്ട് ഇപ്പൊ പലിശയുടെ ഭാഗം പറഞ്ഞു. ഇത് നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നറിയാം? ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ എല്ലാവരും ഇപ്പൊ പലിശ വാങ്ങണവരാന്ന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനല്ല. കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ബുദ്ധിമുട്ടി നമുക്കൊക്കെ ഉണ്ടാകും. അതൊക്കെ പടത്തോന്റെ ഒരു പരീക്ഷണമെന്ന് മനസ്സിലാക്കി കുറച്ചൊക്കെ അങ്ങോട്ട് സഹിക്കുക. എനിക്കറിയാം ഒരു ബാവാക്കണ്ട്, 5 മിനിറ്റ് ഒരു കഥ പറയാനുണ്ട്. ബാവാക്ക വീടുണ്ടാക്കാൻ പോവുക. മലയിലൊക്കെ ആയിട്ട് വീടുണ്ടാക്കാൻ വലിയ മാർഗമൊന്നുമില്ല, വീടുണ്ടാക്കാൻ പോവുക. അപ്പോ എന്താ ചെയ്യാ? അത് ലോൺ എടുക്കാന്നുള്ളൊക്കെ കാര്യങ്ങൾ എത്തിയത്. എല്ലാത്തിനും ഇപ്പൊ ലോൺ കിട്ടുമല്ലോ, ആധാരൊക്കെ കൊണ്ടെത്താൻ. ലോൺ കിട്ടാന്ന് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബാങ്കിൽ നിന്ന് കടം കിട്ടും, പലിശക്ക് കടം കിട്ടും. 1 ലക്ഷം വാങ്ങിയാൽ 1.5 ലക്ഷം, ഉദാഹരണം പറയാൻ, തിരിച്ചു കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയിൽ. കുറച്ചുണ്ട് വാങ്ങിയിട്ട് കൂടുതൽ സംഖ്യ തിരിച്ചു നൽകാം എന്ന വ്യവസ്ഥയിൽ കടം വാങ്ങുക, അത് കടപ്പലിശയിൽപ്പെട്ടതാണ്. അതാണ്. അപ്പൊ ഇത് ഛർദിയിൽപ്പെട്ടപ്പോ ഞാൻ മൂപ്പരോട് പറഞ്ഞ അത് വേണ്ട, ആ പാടം കുറച്ച് വയലുണ്ട്, ആ വയലാണ്ട് വിറ്റാ പോരെ. ആ വയലങ്ങോട്ട് വിൽക്കുക, അത് വിറ്റിട്ട് പെരണ്ടാക്കുക, എന്നാലും പലിശ. അപ്പൊ വിറ്റാ പോകൂലേ? ഇതപ്പൊ ചിന്ത, വിറ്റാ പോകൂലേ? ചുരുക്കി പറഞ്ഞ വാവാക്ക ഏതായാലും ലോൺ എടുത്തിട്ട് തന്നെ പെരണ്ടാക്കി. അവസാനം ആ ലോണിന്റെ പലിശ അടക്കാൻ കഴിയാതെ ഈ പാടം വിറ്റും ചെയ്ത്. ഇപ്പൊ എന്തുണ്ടായത്? ഇപ്പൊ വൻദോഷമായ പലിശയുമായി ബന്ധപ്പെട്ട ഹറാം അവിടെ വന്നും ചെയ്ത് അവസാനം പാടം വെക്കേണ്ടി എന്നാലും പോയും ചെയ്ത്. ഞാൻ പെരണ്ടാക്കി. പൊതു ക്ലാസ് പറയണ്ടല്ലോ, എന്നാലും ഞാൻ ചെയ്തെന്നറിയാം, ആദ്യം തന്നെ സ്ഥലം വിറ്റു, എന്നിട്ട് അതിനാണ്ട് ഞാൻ പെരണ്ടാക്കി. എന്നോട് ഉപദേശിച്ചവരുണ്ട്, ഉസ്താദ് നിങ്ങളെന്തിനാ അത് വിൽക്കണേ, കുറച്ച് ലോൺ എടുത്താൽ പോരെ. സത്യം, ഞാൻ ആ ഉപദേശിച്ചവരെ കുറ്റപ്പെടുത്തൂല, കാരണം ഓൽക്ക് അതിന്റെ ഗൗരവം അറിയില്ല. എല്ലാവരും ചെയ്യുന്ന പണിയല്ലേ എന്നുള്ളോർത്തോളാം. അതൊരു വിഷയമല്ല എന്നുള്ളോർത്തോളാണ്. അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളോർത്തോളാം. ഈ അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടില്ലേ? വെറുതെയാണോ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്? അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ദുആർക്കുക അല്ല അപ്പൊ എന്താ ചെയ്യുന്നത്? അല്ല, എന്നാലും കുറച്ചൊക്കെ ചെയ്തു വെക്കാം. ആ പലിശയായിട്ടുള്ള ബന്ധം എന്ന് കുറയ്ക്കാം. എന്റെ ഈ സംസാരം കേട്ടിട്ട് ഏതെങ്കിലും ഒരാള് പലിശ അത്ര ഗൗരവം അറിയാതെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഒരാള് മാറി നിന്നാൽ ഈ സദസ്സ് ധന്യമായി.
സത്യം. പാടം വിറ്റാലാണ് പോവില്ല, വിറ്റാ പോലും സ്വർഗം പോവില്ലല്ലോ മക്കളെ. ലാ യദ്ഖുലുൽ ജന്നത നഫ്സുൻ ഉദിയ ബിൽ ഹറാം. ഹറാമായ സമ്പത്തിലു അനുഭവിച്ച് വളർന്ന ഒരാൾ സ്വർഗത്തിൽ കടക്കാനില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. 33 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് പലിശയുമായി ബന്ധപ്പെടലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെടുന്ന സ്വർഗമല്ലേ?